Hi everyone, once again I welcome all of you to the session. ലേൺ ഇംഗ്ലീഷ് ത്രൂ ന്യൂസ് പേപ്പർ എന്ന് പറയുന്ന ഈ സീരീസിലെ 27ാമത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. ഓക്കെ, എനിവേ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ലേൺ ഇംഗ്ലീഷ് ത്രൂ ന്യൂസ് പേപ്പറിൻ്റെ 27ാമത്തെ ദിവസത്തെ ന്യൂസിലേക്ക് നമ്മൾ കിടക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഉദ്ദേശിച്ചത് കൂടുതൽ വൊക്കാബുലറികൾ പഠിക്കാൻ സാധിക്കുന്ന ഒരു ന്യൂസ് എന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഒരു കൊച്ചു വാർത്തയാണ്, ചെറിയ വാർത്തയാണ്, എന്നാൽ പ്രധാനപ്പെട്ട കുറേയേറെ വൊക്കാബുലറികൾ നമുക്കവിടെ പഠിക്കാൻ സാധിക്കും. ഹായ് കലേഷ്, യു ആർ ഓൾസോ വെൽക്കം ടു ദ സെഷൻ. അപ്പോൾ ഞാൻ വാർത്തയിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായിട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയട്ടെ. ഇംഗ്ലീഷ് പത്രങ്ങളും പുസ്തകങ്ങളും വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാത്ത പ്രശ്നമുണ്ടെങ്കിൽ അതിനൊരു പരിഹാരമായിട്ട് ഞാനൊരു ഓൺലൈൻ കോഴ്സ് 2 വർഷമായിട്ട് 1.5 വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന കോഴ്സാണ്. അതിൻ്റെ പുതിയ ബാച്ച് ഏറ്റവും അഡ്വാൻസ്ഡായി, ഇതുവരെ നടത്തുന്നതിൽ ഏറ്റവും അഡ്വാൻസ്ഡായ ഒരു ബാച്ച് ഇതാ തുടങ്ങുകയാണ്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ആരംഭിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അഡ്മിഷൻ ആരംഭിച്ചു. ഈ കോഴ്സിനെ കുറിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നമുക്കെല്ലാവർക്കും, പല ആളുകൾക്ക് ഇംഗ്ലീഷ് അറിയാം, അത്യാവശ്യം ഇംഗ്ലീഷ് സംസാരിക്കാനൊക്കെ അല്ലേ, ചെറിയ രീതിയിൽ കമ്മ്യൂണിക്കേഷനൊക്കെ അറിയാം. എങ്കിലും നമ്മൾ ഇംഗ്ലീഷിലൊരു വാർത്ത, ഒരു ചാനലിലൊരു ന്യൂസ് കേൾക്കുമ്പോൾ പലപ്പോഴും ആ വാർത്ത കേട്ടാൽ നമുക്ക് മനസ്സിലാവില്ല. ചിലപ്പോൾ ഒരു പത്രത്തിലെ ഒരു ന്യൂസ് വാർത്ത വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവണമെന്നില്ല. പല ആളുകളെ സംബന്ധിച്ചും ഒരു സാഹിത്യ പുസ്തകം മുഴുവനായിട്ട് വായിച്ചു തീർക്കാൻ ഇംഗ്ലീഷിൽ സാധിക്കാത്ത ആളുകളാണ് കൂടുതലും. എന്തുകൊണ്ടാണ് നമുക്കിത് സാധിക്കാതെ വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഇംഗ്ലീഷ് ബേസിക്കായിട്ട് അത്യാവശ്യം കാര്യങ്ങൾക്ക് അറിയാമെങ്കിൽ കൂടിയും യഥാർത്ഥ ഇംഗ്ലീഷ് നമുക്കറിയില്ല, അതായത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇംഗ്ലീഷ് നമുക്കറിയില്ല. ഇത് പഠിക്കാനുള്ള ഒരു ട്രിക്ക് എന്ന് പറയുന്നത്, ഇംഗ്ലീഷിൽ ജേർണലിസ്റ്റുകളും പത്രക്കാരായിട്ടുള്ള ആളുകൾ, അതേപോലെ തന്നെ എഴുത്തുകാരും അതുപോലെ എഡ്യൂക്കേഷണലിസ്റ്റുകളും ഉപയോഗിക്കുന്ന സ്ഥിരമായി കാര്യങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന അഡ്വാൻസ്ഡ് ലെവലിലുള്ള ഒരു 1000-നും 1200-നും ഇടയിൽ എന്ന് പറയാവുന്ന ഒരു കൂട്ടം വാക്കുകളുണ്ട്. ഈ വാക്കുകളാണ് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറയുന്ന വിഭാഗത്തിൽ, ഈ റേഞ്ചിൽപ്പെട്ട ആളുകൾ ഉപയോഗിക്കുന്നത്. ആ വാക്കുകളിലുള്ള കൃത്യമായ ധാരണ കൊണ്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സുഗമമായിട്ട് ഇംഗ്ലീഷിലെ പത്രപുസ്തകങ്ങളൊക്കെ വായിക്കാൻ പറ്റുള്ളൂ. ആ 1200-ൽ പരം വാക്കുകളെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് കൃത്യമായി റിസർച്ച് ചെയ്തിട്ട് മനസ്സിലാക്കി അവയെ ക്രോഡീകരിച്ച് ആ വാക്കുകളും ശൈലികളും നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്ന, നിങ്ങളെ പരിശീലിപ്പിക്കുന്ന, ലൈവായി പരിശീലിപ്പിക്കുന്ന ഒരു ലൈവ് കോഴ്സാണ് ഇംഗ്ലീഷ് മാസ്റ്ററി, ഇംഗ്ലീഷ് വൊക്കാബുലറി ബിൽഡിംഗ് പ്രാക്ടീസ് എന്ന് പറയുന്ന, ഇംഗ്ലീഷ് മാസ്റ്ററി അഡ്വാൻസ്ഡ് ഇംഗ്ലീഷ് വൊക്കാബുലറി ബിൽഡിംഗ് പ്രാക്ടീസ് എന്ന് പറയുന്ന കോഴ്സ്. ഇതിൻ്റെ ഭാഗമായി നിങ്ങൾക്ക് 4 വോളിയം പ്രിൻറ്റഡ് മെറ്റീരിയൽസ്, ഇത് ഉണ്ടാവും, ഹൈ ക്വാളിറ്റി പ്രിൻറ്റഡ് ആയിട്ടുള്ള, കാലാകാലം സൂക്ഷിച്ചു വയ്ക്കാവുന്ന, എത്ര കാലം കൊണ്ട് ഉപയോഗിക്കാവുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ 1200-ൽ പരം, അത് 2000-ഓളം വരുന്ന കീ വേർഡ്സുകൾ, എസെൻഷ്യൽ വേർഡ്സുകളും അതിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ ഓരോ പത്രങ്ങളിലും ഉപയോഗിച്ചിരിക്കുന്ന ഒരു എക്സാമ്പിൾ ഉണ്ടെങ്കിൽ ആ എക്സാമ്പിളിൻ്റെ ബ്രാക്കറ്റിൽ നിങ്ങൾക്കത് ഏത് പത്രത്തിൽ ഉപയോഗിച്ചു അതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ അടക്കം വിവരിക്കുന്ന, കൊളോക്കേഷൻസ് വിവരിക്കുന്ന, കൊളോക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടിയുള്ള ചില ഒരു ട്രിക്കാണത്. അതൊക്കെ കൂടുതലായിട്ട് അറിയണമെങ്കിൽ ഈ 100 ഡേയ്സ് 100 ദിവസത്തെ ഈ പ്രാക്ടീസ് കോഴ്സിൽ നിങ്ങൾ പങ്കെടുക്കുക. 300 ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കും. 100 ലൈവ് ക്ലാസ്സും ബാക്കി 200 റെക്കോർഡ് ക്ലാസ്സും. ഇത്രയും വലിയൊരു കോഴ്സ് പങ്കെടുക്കുന്നതിന് ഇതിനെക്കുറിച്ച് അറിയണമെങ്കിൽ ഇത് ഈ പറയുന്ന 9037 990 442 നമ്പറിൽ ഇപ്പം തന്നെ കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യാം. ഓക്കെ, പ്ലീസ്, ഐ വാണ്ട് ടു നോ മോർ അബൌട്ട് ദിസ് കോഴ്സ്, ദിസ് ഇംഗ്ലീഷ് മാസ്റ്ററി കോഴ്സിനെ കുറിച്ച് അറിയണം എന്നൊരു മെസ്സേജ് അയയ്ക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിവരങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. വൈകണ്ട. ആദ്യ 50 പേർക്ക് ഫീസിൽ വളരെയധികം ഇളവുണ്ട്. ചെറിയൊരു തുകയേ ഉള്ളൂ ആകെ. നിങ്ങൾക്ക് ഈ തരുന്ന ഈ പ്രിൻറ്റഡ് മെറ്റീരിയലില്ലേ, ഇതിൻ്റെ പൈസ മാത്രമേ ഫീസായിട്ട് മേടിക്കുന്നുള്ളൂ, വേറെ ഫീസൊന്നും വരുന്നില്ല. അപ്പോൾ ഇപ്പോൾ ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് ഇളവുണ്ട്. അത് എത്രയെന്ന് ഞാൻ ഇവിടെ പറയുന്നില്ല. ജസ്റ്റ് ഈ നമ്പറിലേക്ക് എൻക്വയറി ചെയ്യുക. എല്ലാവർക്കും ഈ കോഴ്സ് ആർക്കൊക്കെയാണ് ഉപകാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ അധ്യാപകനാവാം, സ്റ്റുഡൻ്റ് ആവാം, അതുപോലെ ബിസിനസ്സുകാരനാവാം, നിങ്ങൾ ജീവിതത്തിൻ്റെ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാവാം, അതുപോലെ IELTS അല്ലെങ്കിൽ PSC പോലുള്ള പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആളാവാം. എല്ലാവർക്കും ഇംഗ്ലീഷ് ആവശ്യമില്ലേ? എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കോഴ്സാണത് കേട്ടോ. ഓക്കെ, നമ്മളപ്പോൾ ഇന്നത്തെ ന്യൂസിലേക്ക് കിടക്കുകയാണ്. ഈ വാർത്തയുടെ PDF-ഉം ഇതിൻ്റെ മീനിങ്ങിൻ്റെ PDF ഒക്കെ നിങ്ങൾക്ക് വെറുതെ ഫ്രീ ആയിട്ട് കിട്ടും. അതെങ്ങനെ കിട്ടുക എന്നുള്ളത് കുറച്ച് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഒരു വാട്സപ്പ് നമ്പറുണ്ട്, അത് ഞാൻ തരാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം വാർത്തയിലേക്ക് കിടക്കാം. വാർത്ത വായിച്ച് നോക്കാം. മിസ്ക്രിയൻസ്
ഫയേഴ്സ് ഗൺ ഷോട്ട്സ് നിയർ ഹോട്ടൽ ഡിമാൻഡ്സ് 1 crore. ഇതാണ് നമ്മുടെ ഇന്നത്തെ വാർത്ത. അതിൽ നമുക്ക് നല്ലൊരു വൊക്കാബുലറി ഇവിടെ കിട്ടി, മിസ്ക്രിയൻറ്റ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ മിസ്ക്രിയൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മിസ്ക്രിയൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം തമ്മാടി അല്ലേ, അല്ലെങ്കിൽ സാമൂഹിക വിരോധിയായിട്ടുള്ള സാമൂഹിക വിരുദ്ധൻ എന്നാണ് മിസ്ക്രിയൻ്റ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം. മിസ്ക്രിയൻറ്റ് ഫയേഴ്സ് ഗൺ ഷോട്ട്സ് നിയർ ഹോട്ടൽ. ഒരു ഹോട്ടലിനടുത്ത് മിസ്ക്രിയൻ്റ് എന്ത് ചെയ്തു? ഗൺ ഷോട്ട്സ് അല്ലേ, ഫയേഴ്സ് ഗൺ ഷോട്ട്സ്, വെടിവെപ്പ് നടത്തി. ഓക്കെ, വെടിവെപ്പ് നടത്തി. ആര്? മിസ്ക്രിയൻ്റ്. അപ്പോൾ മിസ്ക്രിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസന്മാർഗിയായിട്ടുള്ള ആൾ, അല്ലെങ്കിൽ സാമൂഹിക വിരുദ്ധനായിട്ടുള്ള ആൾ, ദുർമാർഗി, അധമൻ, ദ്രോഹി, സാമൂഹിക ദ്രോഹി എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. നിയർ ഹോട്ടൽ, ഒരു ഹോട്ടലിൻ്റെ അടുത്താണ് ഈ സംഭവം നടക്കുന്നത്. ഡിമാൻഡ്സ്, അവരാവശ്യപ്പെട്ടു 1 crore, 1 കോടി രൂപ ആവശ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ ഒരു സാമൂഹ്യ ദ്രോഹിയായ, ഒരു അധമനായ, ഒരു ദുർമാർഗിയായ വ്യക്തി ഒരു ഹോട്ടലിൻ്റെ അടുത്ത് വെടിവെപ്പ് നടത്തുകയും 1 കോടി രൂപ ആവശ്യപ്പെടുകയും ചെയ്തു. നമുക്ക് വാർത്തയിലേക്ക് പോകാം. സോലാൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് നടക്കുന്നത്. സെപ്റ്റംബർ 8-ാം തീയതിയാണ്. എ മിസ്ക്രിയൻറ്റ് ഫയർഡ് മൾട്ടിപ്പിൾ ഗൺ ഷോട്ട്സ് ഔട്ട്സൈഡ് എ ഹോട്ടൽ നിയർ ബാദി ഇൻ്റർസ്റ്റേറ്റ് ബാരിയർ ആൻഡ് സോട്ട് ആർ 1 crore ransom on Wednesday night. എ മിസ്ക്രിയൻറ്റ്, ഒരു ദുർമാർഗി, ഒരു സാമൂഹ്യ വിരുദ്ധൻ. എന്താണ് മിസ്ക്രിയൻ്റ്? സാമൂഹ്യ വിരുദ്ധൻ. ഫയേർഡ്, വെടിവെച്ചു. മൾട്ടിപ്പിൾ ഗൺ ഷോട്ട്സ്, പല തവണ വെടിവെച്ചു. ഔട്ട്സൈഡ് എ ഹോട്ടൽ, ഒരു ഹോട്ടലിൻ്റെ പുറത്ത്. നിയർ ദ ബാദി ഇൻ്റർസ്റ്റേറ്റ് ബാരിയർ, ബാദി എന്ന് പറയുന്ന സ്ഥലത്ത് ഇൻ്റർസ്റ്റേറ്റ് ബാരിയർ, അന്തർ സംസ്ഥാന ബാരിയർ. ബാരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല അർത്ഥമുണ്ട്, തടസ്സം എന്നൊക്കെ അർത്ഥമുണ്ട്. കലേശം 1200 അഡ്വാൻസ് വൊക്കാബുലറിയുടെ എണ്ണം. 1200 എണ്ണം കറക്റ്റ് 1200 അല്ല, 200 കീവേഡ്സ്. ആ കോഴ്സിനെ കുറിച്ചല്ല ചോദിക്കുന്നത്. 200 കീവേഡ്സ്. മൊത്തത്തിൽ 200 കീവേഡുകളും ആ കീവേഡ് ബേസ് ചെയ്തിട്ട് ഒരു വാക്കിനെ ബേസ് ചെയ്തിട്ട് 5 or 6 ചിലപ്പോൾ 10 വാക്കുകളൊക്കെ ഉണ്ടാവാം. അങ്ങനെ മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ എസെൻഷ്യലായിട്ട് നമുക്ക് വേണ്ട ഒരു പത്രം ഈസി ആയിട്ട് സിമ്പിളായി ലളിതമായി വായിക്കണമെങ്കിൽ നമുക്ക് ആവശ്യമായ വൊക്കാബുലറി 1200 1200ഓളം. ഇത് കൃത്യമായിട്ടൊന്നും പറയാൻ പറ്റില്ല. 1200ഓളം വൊക്കാബുലറി, 1000-നും 1200-നും ഇടയിൽ എന്നാണ് നമ്മൾ പറയാൻ സാധിക്കുക. എന്നാൽ ഈ കോഴ്സിൽ നിങ്ങൾക്ക് 1200 അല്ല, 2000ഓളം വാക്കുകൾ പഠിക്കാൻ സാധിക്കും. ഇപ്പോൾ ഞാനിവിടെ പറഞ്ഞ ഈ മിസ്ക്രിയൻ്റ് ഇല്ലേ, അത് ഞാൻ പഠിപ്പിക്കാൻ പോകുന്ന നമ്മൾ ആ കോഴ്സിലെ 200 കീവേഡുകളിലൊന്നാണ് മിസ്ക്രിയൻ്റ്. പക്ഷേ മിസ്ക്രിയൻ്റ് പോലെ വേറെയും കുറേ പദങ്ങൾ, ഇപ്പോൾ റോഗ്, തമ്മാടി, ഇത് പത്രക്കാർ യൂസ് ചെയ്യുന്ന വേർഡ്. അത് ഇതിൽ നിന്നും ഇതിൻ്റെ ഒരു സബ്ബായിട്ട് ഉള്ള ഒരു വാക്ക്, അങ്ങനെ സബ്ബായിട്ട് കുറേ വാക്കുകൾ പഠിക്കുന്നുണ്ട്. അങ്ങനെ 1200ഓളം വാക്കുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ആ കോഴ്സ് തീരുമാനിക്കും നിങ്ങൾ 2000 അതായത് കുറേ ഫ്രേസുകൾ പഠിക്കുന്നുണ്ട്, മനസ്സിലായോ, ശൈലികൾ കൂടി. അതുപോലെ ഇതിനകത്ത് കണ്ടോ റാൻസം, അതൊരു പ്രധാനപ്പെട്ട വാക്കാണ്. ഈ പറഞ്ഞ എസെൻഷ്യൽ ആയിട്ടുള്ള 1200 വാക്കുകളൊന്നാണ് റാൻസം. ഓക്കെ, എന്തായാലും നമ്മുടെ പോയിന്റിലേക്ക് വരാം. കോഴ്സിനെ കുറിച്ച് അറിയാൻ നേരത്തെ തന്ന നമ്പറില്ലേ, താഴെ നമ്പർ ഞാൻ ഒന്നുകൂടെ ഇടാം, അതിനകത്ത് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. പിന്നെ കലേഷ് ഓൾറെഡി കോഴ്സിലുള്ളതാണല്ലോ അല്ലേ, മുമ്പത്തെ കോഴ്സിലുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് മുമ്പോട്ട് പോകാം. സോട്ട് ആർ 1 crore ransom. ഈ ഇൻ്റർസ്റ്റേറ്റ് ബാരിയറിൽ നമ്മുടെ ഈ ചെക്ക് പോസ്റ്റ് പോലുള്ള സ്ഥലങ്ങളുണ്ടല്ലോ, 2 സംസ്ഥാനങ്ങൾ തമ്മിൽ ചേരുന്ന ഇടം, അതിനാണ് നമ്മൾ ഇൻ്റർസ്റ്റേറ്റ് ബാരിയർ എന്ന് പറയുന്നത്. ഓക്കെ, അന്തർ സംസ്ഥാന എന്താ പറയുക, ബോർഡർ, പരിധി, അന്തർ സംസ്ഥാന പരിധി. ഓക്കെ, ഇൻ്റർസ്റ്റേറ്റ് ബാരിയർ. ആൻഡ് സോട്ട് വൺസ് സീക്കിൻ്റെ പാസ്റ്റാണ്. 1 കോടി രൂപ എന്തായിട്ടാണ് അവർ ആവശ്യപ്പെട്ടത്? റാൻസമായിട്ട്. റാൻസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമുക്ക് കൃത്യമായിട്ട് മലയാളം പറയാൻ സാധിക്കാം. തടഞ്ഞു വെച്ചിട്ട് ചോദിക്കുന്ന പൈസ ഉണ്ടല്ലോ, പൈസ കിട്ടാൻ വേണ്ടി നമ്മൾ തടഞ്ഞു വയ്ക്കുക, കുട്ടികളൊക്കെ തട്ടിക്കൊണ്ടുപോകുന്ന പരിപാടിയൊക്കെ മോചനദ്രവ്യം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. മോചനദ്രവ്യം. ആ മോചനദ്രവ്യം റാൻസം. ഓക്കെ, മോചനദ്രവ്യം. അതിന് മുമ്പോട്ട് പോകാം. ആഡിങ് ടു ദ FIR എ പേഴ്സൺ എൻറ്റേർഡ് MG റീജൻസ്. അപ്പോൾ ആഡിങ് അല്ല കേട്ടോ,
അക്കോർഡിംഗ് ടു എഫ് ഐ ആർ അനുസരിച്ചിട്ട് എ പേഴ്സൺ എൻറ്റേർഡ് എം ജി റോഡ്, ഒരു വ്യക്തി എം ജി റോഡിലേക്ക് പ്രവേശിച്ചു. എം ജി റോഡല്ല, എ പേഴ്സൺ എൻറ്റേർഡ് എം ജി റീജൻസി ഹോട്ടൽ, എം ജി റോഡല്ലേ, എം ജി റീജൻസി ഹോട്ടലിലേക്ക് ഒരാൾ പ്രവേശിച്ചു അറൗണ്ട് 12:30 AM, പുലർച്ചെ 12:30 കൂടി ഓൺ വെനസ്ഡേ, ബുധനാഴ്ച. ആൻഡ് സോട്ട് ഡീറ്റെയിൽസ് ഓഫ് ദ റൂം താരിഫ്, റൂമിൻ്റെ താരിഫ് ഉണ്ടല്ലോ, വില വിവരം, താരിഫ് മീൻസ് വില വിവരം, റൂമിൻ്റെ വില വിവരത്തെക്കുറിച്ച് ചോദിച്ചു. ഹി ദെൻ ലെഫ്റ്റ് ദ ഹോട്ടൽ, എന്നിട്ട് മൂപ്പര് ലീവിൻ്റെ പാസ്റ്റ് ലെഫ്റ്റ്, അവിടെ നിന്ന് പോയി. ഹി റിട്ടേൺഡ് ടു ദ ഹോട്ടൽ ഇൻ എ കാർ, എന്നിട്ട് മൂപ്പര് കാറിൽ വിലവിവരം അന്വേഷിച്ച് പോയിട്ട് പിന്നെ കാറിൽ മൂപ്പര് തിരിച്ചു വന്നു. ആൻഡ് ഹാൻഡഡ് ഓവർ എ പേപ്പർ, ഒരു പേപ്പർ ഹാൻഡ് ഓവർ ചെയ്തു, കൊടുത്തു. ആർക്ക്? സെക്യൂരിറ്റിക്ക്, ടു ദ സെക്യൂരിറ്റി ഗാർഡ് മഹേഷ്, സെക്യൂരിറ്റി ഗാർഡായ മഹേഷിന് കൊടുത്തു. ഹി ഫയർഡ് 2 ഗൺ ഷോട്ട്സ്, 2 വെടി അദ്ദേഹം വെച്ചു. ഇൻ ടു ദ എയർ, വായുവിലേക്കാണ് വെച്ചത്, ആകാശത്തേക്കാണ് വെച്ചത്. വാണ്ട്, എന്നിട്ട് വാണിംഗ് കൊടുത്തു, മുന്നറിയിപ്പ് കൊടുത്തു. ദ സെക്യൂരിറ്റി ഗാർഡ്സ്, ആരോട്? സെക്യൂരിറ്റി ഗാർഡിന് വാണിംഗ് കൊടുത്തു. എന്താണ്? അതായത് നെക്സ്റ്റ് ടൈം ഹി വുഡ് ഫയർ അറ്റ് ഹിം, ഇനി ഞാൻ നിന്നെയാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ സെക്യൂരിറ്റി ഗാർഡിനെയാണ് എന്ത് ചെയ്യുക? വെടിവെക്കുക. ദ മിസ്ക്രിയൻറ്റ് ആസ്ക്ഡ് ഹിം ടു ഗിവ് ദ പേപ്പർ ടു ദ ഹോട്ടൽ ഓണർ, എന്നിട്ട് പറഞ്ഞു സെക്യൂരിറ്റി ഗാർഡിനോട് ഇദ്ദേഹം കൊടുത്ത ഈ പേപ്പർ ഹോട്ടലിൻ്റെ ഓണർക്ക് കൊണ്ട് കൊടുക്കാൻ. ഹി ഫ്ലഡ് എന്ന് പറഞ്ഞാൽ ഫ്ലീ എന്ന് പറഞ്ഞാൽ കടന്നു കളയുക. ഓക്കെ, ഈ കടന്നു കളയുക എന്നതിൻ്റെ പാസ്റ്റാണ് ഫ്ലഡ്. ആഫ്റ്റർ ഫയറിങ് ഇൻ ടു ദ എയർ, വായുവിലേക്ക് വെടിച്ചു കൊണ്ട് മൂപ്പര് എന്ത് ചെയ്തു? കടന്നു കളഞ്ഞു. കലേഷിൻ്റെ സംശയം എന്താ സർ? ലെഫ്റ്റ് ആൻഡ് വെൻറ്റ് ഡിഫറൻസ് എന്താണ്? വെൻറ്റ് എന്ന് പറഞ്ഞാൽ പോയി, ഗോ എന്ന് പറഞ്ഞാൽ പോവുക, അതിൻ്റെ പാസ്റ്റ് ആണല്ലോ വെൻറ്റ്. കലേഷ് വെൻറ്റ്, കലേഷ് പോയി. കലേഷ് ലെഫ്റ്റ്, കലേഷ് പോയി. പക്ഷേ എന്താണ് വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടിൻ്റെ അർത്ഥം തന്നെയാണ്. പിന്നെ നമ്മൾ മലയാളത്തിൽ പറയില്ലേ, പോയി, സ്ഥലം വിട്ടു, അതുപോലെ കലേഷ് ലെഫ്റ്റ് ദ പ്ലേസ്, കലേഷ് ആ സ്ഥലം വിട്ടു. അല്ലെ കലേഷ് ലെഫ്റ്റ് ഫോർ കൊച്ചിൻ, കലേഷ് കൊച്ചിക്ക് വിട്ടു, കൊച്ചിക്ക് പോയി. അപ്പോൾ കലേഷ് വെൻറ്റ് ടു കൊച്ചിൻ, കലേഷ് ലെഫ്റ്റ് ഫോർ കൊച്ചിൻ എന്നും പറയാം. സോ ബോത്ത് ആർ സെയിം ഇൻ ദ സെൻസ്. ഓക്കെ, മീനിങ്ങിൽ രണ്ടും സെയിം ആണ്. ഓക്കെ, പോയി. മലയാളത്തിൽ ഇപ്പോൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ ചോദിച്ചാൽ നമ്മൾ പോയി എന്നും വിട്ടു എന്നും പറയുന്ന ഡിഫറൻസ് ഉണ്ടല്ലോ, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ഫ്ലഡ് ആഫ്റ്റർ ഫയറിങ് ഇൻ ടു ദ എയർ അഗൈൻ, വീണ്ടും ആകാശത്തേക്ക് വെടിച്ച് മൂപ്പര് ഫ്ലഡ് ചെയ്തു. ഫ്ലഡ്. ഇപ്പോൾ ലെഫ്റ്റ് ഫ്ലഡ്, അവിടെ സ്ഥലം വിടുക, കാലിയാവുക, അതാണ് ഫ്ലഡ്. ഓക്കെ, എ ഫ്യൂ മിനിറ്റ്സ് ലേറ്റർ, ഏതാനും മിനിറ്റുകൾക്ക് ശേഷം ഹി കെയിം ബാക്ക് ആൻഡ് ഫയർഡ് സം മോർ ഗൺ ഷോട്ട്സ്, പിന്നെ തിരിച്ചു വന്നിട്ട് പിന്നെയും മൂപ്പര് കുറച്ചുകൂടെ വെടി ഉതിർത്തു. ഇൻ ടു ദ എയർ, ആകാശത്തേക്ക്. ബാദി DSP പ്രിയങ്ക ഗുപ്ത സെറ്റ് FIR ഹാഡ് ബീൻ രജിസ്റ്റേർഡ്. ഇതാരാ പറഞ്ഞത്? അപ്പോൾ അദ്ദേഹം പോയിട്ട് രണ്ടാമതൊന്ന് വെടിവെച്ചു എന്ന് പറഞ്ഞത് ഈ പറഞ്ഞ DSP ആണ്. ഓക്കെ, എ ടീം ഫോറൻസിക് എക്സ്പേർട്സ്, ഫോറൻസിക് എക്സ്പേർട്ടായിട്ടുള്ള ഒരു ടീം. ഫോറൻസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ശാസ്ത്രീയമായ കുറ്റാന്വേഷണം നടത്തുന്ന വിഭാഗത്തെയാണ് ഫോറൻസിക് എന്ന് പറയുന്നത്. ഫോറൻസിക് എക്സ്പേർട്സ്, ശാസ്ത്രീയമായി കുറ്റാന്വേഷണം നടത്തുന്ന, അതാണ് ഫോറൻസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വിസിറ്റ് ദ സൈറ്റ്, ആ സ്ഥലം സന്ദർശിച്ചു. ടു കളക്ട് എവിഡൻസ് അല്ലെ, തെളിവുകൾ. എവിഡൻസ് മീൻസ് എന്താ? തെളിവുകൾ ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ട് DGP സഞ്ജയ് കുണ്ടു സെഡ് ഹി വുഡ് സൂൺ വിസിറ്റ് ദ ഏരിയ. DGP സഞ്ജയ് കുണ്ടു എന്താ പറഞ്ഞത്? സെഡ് ഹി വുഡ് സൂൺ വിസിറ്റ് ദ ഏരിയ. അദ്ദേഹം എത്രയും പെട്ടെന്ന് ആ സ്ഥലം സന്ദർശിക്കുമെന്നും പറഞ്ഞു. സന്ദർശിച്ചിട്ടുണ്ടാവും. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവും ഐ വിൽ വിസിറ്റ്. അതിപ്പോൾ പറയുമ്പോൾ ഹി വുഡ് വിസിറ്റ്. ഓക്കെ, അപ്പോൾ ഈ ന്യൂസ് ഇത്രയേ ഉള്ളൂ. വളരെ ഒരു ചെറിയ ന്യൂസാണ്. ന്യൂസ് നിങ്ങൾ വായിച്ചു എന്ന് മനസ്സിലാക്കുന്നു. ഈ ന്യൂസിൽ നിന്ന് നമുക്ക് ലഭിച്ച വൊക്കാബുലറികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് പരിശോധിക്കാം. വളരെ ലളിതമായ കുറച്ച് വൊക്കാബുലറി നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ ഡിസ്കസ് ചെയ്തു. അതേതൊക്കെയാണെന്ന് നോക്കാം. അതിന് മുന്നോടിയായിട്ട് ഈ ന്യൂസും ഇതിൻ്റെ മീനിങ്ങും അതിൻ്റെ ഡിസ്കഷനും അടങ്ങിയ PDF നിങ്ങൾക്ക് വേണോ? നമുക്കൊരു ഡിസ്കഷൻ ഗ്രൂപ്പുണ്ട് വാട്സപ്പിൽ. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാൻ താഴെ ഞാൻ ലിങ്ക് കൊടുക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിൻ്റെ മുകളിലും. അതിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാം. അതല്ലെങ്കിൽ ഈ നമ്പറില്ലേ 9037 ഇതിലേക്ക് NPS വൊക്കാബുലറി ഗ്രൂപ്പ് എന്ന് ഒരു വാട്സപ്പ് മെസ്സേജ് അയക്കാം. അപ്പോൾ നിങ്ങൾ ആ ഗ്രൂപ്പിനകത്ത് ആഡ് ചെയ്യും.
അവിടെ ഓരോ വാർത്തയുടെയും, അത് 100 വാർത്തകൾ നമ്മൾ ഡിസ്കസ് ചെയ്യില്ലേ, എല്ലാത്തിൻ്റെയും PDF വിത്ത് ഡിസ്കഷനും അതിൻ്റെ മലയാളം മീനിങ്ങും ഒക്കെയുള്ള PDF നിങ്ങൾക്ക് അവിടെ ഫ്രീ ആയിട്ട് കിട്ടും. ഓക്കെ, അത്യാവശ്യം സംശയങ്ങളൊക്കെ അവിടെ ചോദിക്കാനും ഡിസ്കഷൻ നടത്താനും പറ്റും. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. ഇതും കോഴ്സും തമ്മിൽ ബന്ധമില്ല, കോഴ്സ് വേറെയാണ്. കോഴ്സിനോട് താല്പര്യമുണ്ടെങ്കിലും ഈ പറഞ്ഞ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. കോഴ്സൊന്നും വൈകണ്ട. നിങ്ങളുടെ ജീവിതത്തിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഏറ്റവും സ്കിൽ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ലാംഗ്വേജ് ഒരുപാട് മൈലേജ് കൂട്ടാൻ സാധിക്കും. നിങ്ങളുടെ ഗ്രോത്ത്, അത് ബിസിനസ് ആവാം, തൊഴിൽ മേഖലയായാം, സ്റ്റുഡൻ്റ് ആവാം, എവിടെയാവാം, എത്രയും പെട്ടെന്ന്. ഇങ്ങനത്തെ ഒരു കോഴ്സ് യുണീക്കാണ്, നിങ്ങൾക്ക് ആവശ്യമുള്ള കോഴ്സാണ്. പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു കോഴ്സ് എവിടെയും കിട്ടില്ല. അതുകൊണ്ട് ആ കോഴ്സിൻ്റെ പ്രത്യേകത മനസ്സിലാക്കിയിട്ട് ജോയിൻ ചെയ്തോളാം കേട്ടോ. യെസ്, 4 പ്രിൻറ്റഡ് ബുക്സാണ്, ഹൈ ക്വാളിറ്റി. അത് നിങ്ങൾക്ക് പോസ്റ്റലായിട്ട് അയച്ചു തരും. നിങ്ങൾക്കും സൂക്ഷിച്ചു വെച്ചാൽ നിങ്ങളുടെ വരും തലമുറയ്ക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. നിങ്ങളുടെ വരും തലമുറ വരെ നിങ്ങൾക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റും. തീർച്ചയായിട്ടും അങ്ങനെ സൂക്ഷിച്ചു വെച്ചാൽ അവർ നാളെ നിങ്ങളോട് പറയും, നിങ്ങൾ തന്ന ഏറ്റവും നല്ലൊരു ഗിഫ്റ്റാണ് ഈ ഗിഫ്റ്റ് എന്ന് നിങ്ങളോട് നാളെ പറയും. അത്രയും വാല്യബിളാണ്. അതുകൊണ്ട് ആ സ്റ്റഡി മെറ്റീരിയലിൻ്റെ മൂല്യം നിങ്ങൾ കണക്കാക്കിയിട്ട് എങ്കിലും നിങ്ങൾ ജോയിൻ ചെയ്യുക. ഓക്കെ, യെസ്, ലെറ്റ്സ് ബിഗിൻ. നമ്മൾ ഇന്ന് പഠിച്ച ഒന്നാമത്തെ വേർഡ് മിസ്ക്രിയൻറ്റ്. എ പേഴ്സൺ ഹു ബിഹേവ്സ് ബാഡ്ലി ഓർ ബ്രേക്സ് ദ ലോ, സമ്മൺ ഹു എൻഗേജസ് ഇൻ റോങ് ഡൂയിങ്. എന്താണ് മിസ്ക്രിയൻറ്റ് എന്ന് പറഞ്ഞാൽ? സാമൂഹ്യ ദ്രോഹി, അധമൻ, ദുർമാർഗി. പിന്നെ നമ്മൾ രണ്ടാമതൊരു വേർഡ് പഠിച്ചു, റാൻസം. റാൻസം എന്ന് പറഞ്ഞാൽ എന്താ? മോചനദ്രവ്യമാണ്. എ സം ഓഫ് മണി ഓർ പേയ്മെൻറ്റ് ഡിമാൻഡഡ് ഫോർ ദ എന്താ പറയുക, റിലീസ് ഓഫ് ക്യാപ്റ്റീവ് ഓർ സെക്യൂർ ദി റിട്ടേൺ ഓഫ് സംതിങ് ഓർ സംവൺ. മോചനദ്രവ്യം, ആരെങ്കിലും റിലീസ് ചെയ്യുന്നതിനല്ലേ, മോചിപ്പിക്കുന്നതിന് വേണ്ടി കൊടുക്കുന്ന തുകയാണ്. ഓക്കെ, അടുത്തത് താരിഫ്. താരിഫ് എന്ന് പറഞ്ഞാൽ അറിയാത്തവരുണ്ടാവില്ലേ? റിലേറ്റിംഗ് ടു സയൻറ്റിഫിക് മെത്തേഡ്, സോറി എന്തായിരുന്നു താരിഫ് എന്ന് പറഞ്ഞാൽ? ലിസ്റ്റ് ഓഫ് ദ ഫിക്സഡ് ചാർജസ് മെയ്ഡ് ബൈ ബിസിനസ്. വില വിവരം. ഫോറൻസിക്, റിലേറ്റിംഗ് ടു സയൻറ്റിഫിക് മെത്തേഡ്സ് യൂസ് ടു സോൾവ് ക്രൈംസ്. ശാസ്ത്രീയമായ രീതിയിലുള്ള കുറ്റാന്വേഷണത്തെയാണ് ഫോറൻസിക് എന്ന് പറയുക. എവിഡൻസ് പറഞ്ഞാൽ തെളിവ് അല്ലേ, ഫാക്ട്സ് ഓർ ഇൻഫർമേഷൻ ഇൻഡിക്കേറ്റിംഗ് വെദർ സംതിങ് ഇസ് ട്രൂ ഓർ വാലിഡ്. കോഴ്സിന് ഫീസ് ഉണ്ട്. ദുബായിൽ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിശാൻ തീർച്ചയായിട്ടും, പക്ഷേ അതിൻ്റെ അഡീഷണൽ പോസ്റ്റൽ ചാർജ് നിങ്ങൾ വായിക്കേണ്ടി വരും. അയക്കുന്നത് ദുബായിലും കിട്ടും, അവൈലബിൾ ആണ് കേട്ടോ. ഇന്ത്യയിൽ എവിടെയും നോർമൽ പോസ്റ്റൽ ചാർജ്, അതായത് നിങ്ങളുടെ ഫീസിൽ തന്നെ ആ പോസ്റ്റൽ ചാർജ് ഇൻക്ലൂഡാണ്. പക്ഷേ ദുബായിലാകുമ്പോൾ അഡീഷണൽ കൊടുക്കേണ്ടി വരും. ചെറിയ ഫീസ്, ആ സ്റ്റഡി മെറ്റീരിയലിൻ്റെ ഫീസ് മാത്രമേ വരുന്നുള്ളൂ. ഫീസ് ഇനിയിപ്പോൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഫീസ് പറഞ്ഞില്ല, മോശമല്ല. ഫീസ് കൂടെ ഞാൻ പറയാം. സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ 4 വോളിയം കിട്ടിലം ബുക്കുകളാണ്. നല്ല വായിക്കാൻ പറ്റിയ വലുപ്പത്തിലുള്ള ബുക്കുകളാണ്. ഈ 4 ബുക്സിന്, ഒരു ബുക്കിന് ഇപ്പോൾ നിലവിലുള്ള എഡിഷൻ 500 രൂപയാണ്, പുതിയ എഡിഷൻ 600 രൂപയാണ് പുതിയ എഡിഷൻ്റെ വില വരുന്നത്. 500 വെച്ചാൽ തന്നെ 4 ബുക്കിന് 2000 രൂപ വരും. ഈ കോഴ്സിന്, അതായത് 300 ക്ലാസ്സുകളുള്ള നിങ്ങളുടെ ലാംഗ്വേജ്, കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ അതിനകത്തുണ്ട്. 100 എണ്ണം വൊക്കാബുലറി ഈ കോഴ്സിൻ്റെ ക്ലാസ്സും, പിന്നെ കമ്മ്യൂണിക്കേറ്റീവ്, അതുപോലെ ഡിബേറ്റ്, സ്പീച്ച് സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഇതും, അതുപോലെ ഇപ്പോൾ നിങ്ങൾ കാണുന്ന 100 വാർത്തകളുടെ ഡിസ്കഷൻ, വാർത്തകളെ ബേസ് ചെയ്തിട്ടുള്ള ഡിസ്കഷൻ, അതിൻ്റെ PDF, അതിൻ്റെ നോട്ട്, ഇതെല്ലാം കൂടെ 300 ക്ലാസ്സുകളുണ്ട്. ഇതെല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ട് ഇപ്പോൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ 2980 റുപ്യ ഫീസ് വരുള്ളൂ. ആദ്യം ജോയിൻ ചെയ്യുന്ന 50 ആൾക്ക് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ കൂടും, 3480 രൂപയാവും 50 ആൾ കഴിഞ്ഞാൽ. ശരിക്കും ഇത് 8000 രൂപേൻ്റെ കോഴ്സാണ്. പക്ഷേ 3480 രൂപയ്ക്കാണ് ഈ കോഴ്സ് നിങ്ങൾക്ക് കിട്ടുന്നത്. പക്ഷേ ഇപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ മെസ്സേജ് അയച്ച് പെട്ടെന്ന് ജോയിൻ ചെയ്ത് 2980 രൂപയുള്ളൂ. 2000 രൂപയുടെ സ്റ്റഡി മെറ്റീരിയൽ അതിൻ്റെ കൂടെ പോസ്റ്റലായിട്ട് വീട്ടിലേക്ക് അയച്ചു തരും. ആകെ ഇത്രേ വരുന്നുള്ളൂ. അപ്പോൾ യെസ്, കൂടുതൽ അറിയണമെങ്കിൽ എത്രയും പെട്ടെന്ന്, ഞാനത് ആ തുടക്കത്തിൽ നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലോ, എന്ത് ചെയ്യണം, ഇതാ ഈ നമ്പറിൽ. ഇതാണ് സ്റ്റഡി മെറ്റീരിയൽസ്. എൻ്റെ കവർ പേജാണ് ഇങ്ങനെ ഉണ്ടാവുക. ഇപ്പോൾ നിലവിലിരിക്കുന്ന ബാച്ചിൽ പഠിച്ച കുട്ടികളൊക്കെ ഉണ്ട്, അവരോടൊക്കെ ചോദിച്ചാൽ അവർ പറഞ്ഞു തരും എങ്ങനെയാണ് ആ കോഴ്സ്, എത്രമാത്രം യൂസ്ഫുള്ളാണ് അവർക്ക്. ഇതിൽ അഡ്വക്കേറ്റ്സ് ഉണ്ട്, LLBക്കാരുണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, ബിസിനസ്സുകാരുണ്ട്, ജഡ്ജിമാരുണ്ട്, സ്കൂളിൽ പഠിക്കുന്ന 10ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾ വരെ ഉണ്ട് കേട്ടോ. അത് വളരെ റെയറാണ് അങ്ങനത്തെ സംഭവം. എന്നാലും പറയാം, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്, കോളേജ് കുട്ടികളുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ കോഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ലാംഗ്വേജിനെ വേറെ ലെവലിലേക്ക് കൊണ്ടുവരാൻ കേട്ടോ. ഇപ്പോൾ തുടങ്ങാൻ പോവുകയാണ്, അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും സ്വാഗതം അറിയിച്ചുകൊണ്ട് ഈ സെഷനോട് വൈൻഡപ്പ് ചെയ്യുന്നു. വീണ്ടും മറ്റൊരു ന്യൂസുമായിട്ട് നമ്മൾ അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും വിഷ് ഓൾ ദി ബെസ്റ്റ്. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. താങ്ക് യു.